ആഗോള സമാധാന സൂചികയിൽ ഒമാന് മുന്നേറ്റം, മിഡിൽ ഈസ്റ്റിൽ 3-ാം സ്ഥാനം. നിർമ്മാണ ജോലിക്കിടെ പരിക്കേറ്റ മലയാളിക്ക് ICFന്റെ കൈത്താങ്ങ്, സുരക്ഷിതമായി നാട്ടിലെത്തി. കൊല്ലം സ്വദേശി ഒമാനിൽ നിര്യാതനായി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. 2026 ആഗോള സമാധാന സൂചികയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ 3-ാം സ്ഥാനത്തെത്തി ഒമാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തുവിട്ട ആഗോള സമാധാന സൂചികയിലാണ് ഒമാന്റെ നേട്ടം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമാധാനഭരിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറിനും കുവൈത്തിനും പിന്നാലെയാണ് ഒമാന്റെ സ്ഥാനം. UAE 4-ഉം ജോർഡൻ 5-ഉം സ്ഥാനങ്ങളിലായാണ്. ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളിലെ പുരോഗതിയും സൈനികവൽക്കരണ തോതിലെ കുറവുമാണ് ഒമാനെ ആഗോളതലത്തിൽ മുന്നിലെത്തിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആദ്യ 10 രാജ്യങ്ങളിലൊന്നായും ഒമാൻ ഇടം നേടിയിട്ടുണ്ട്. അതേസമയം ആഭ്യന്തര യുദ്ധവും സംഘർഷങ്ങളും തുടരുന്ന യമനും സിറിയയുമാണ് മിഡിൽ ഈസ്റ്റിലെ സമാധാന സൂചികയിൽ ഏറ്റവും പിന്നിലുള്ള രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും സമാധാനഭരിതമായ രാജ്യമായ അയർലൻഡ് തുടർച്ചയായ 19-ാം വർഷവും 1-ാം സ്ഥാനം നിലനിർത്തി. ന്യൂസിലൻഡ് 2-ാം സ്ഥാനത്തും സ്വിറ്റ്സർലാൻഡ് 3-ാം സ്ഥാനത്തും എത്തി. പട്ടികയിലുള്ള 163 രാജ്യങ്ങളിൽ 99 രാജ്യങ്ങളിലെയും സ്ഥിതി മുൻവർഷത്തേക്കാൾ മോശമായിട്ടുണ്ട്. ഇന്ത്യ 127-ാം സ്ഥാനത്തും അമേരിക്ക 134-ാം സ്ഥാനത്തുമാണ്. ഒമാനിൽ നിർമ്മാണ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി പ്രകാശിനെ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. അപകടത്തെ തുടർന്ന് ദീർഘനാൾ ചികിത്സയിലായിരുന്ന പ്രകാശിന് ചികിത്സാ ചെലവ് വിമാന ടിക്കറ്റിനുമുള്ള തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതറിഞ്ഞ ICF മസ്കത്ത് നാഷണൽ കമ്മിറ്റി ആവശ്യമായ നിയമനടപടികൾ പൂർത്തിയാക്കി സൗജന്യ വിമാന ടിക്കറ്റും മറ്റ് സഹായങ്ങളും ഒരുക്കുകയായിരുന്നു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രകാശിനെ ബന്ധുക്കൾ സ്വീകരിച്ചു. തുടർന്ന് തുടർ ചികിത്സയ്ക്കായി നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം വെളിയം സ്വദേശി അനൂപ് ഒമാനിൽ നിര്യാതനായി. 17 വർഷമായി KV ഗ്രൂപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്ന അദ്ദേഹം സുഹൂൽ അൽ ഫൈഹ ഇബ്രി ഡിവിഷൻ ഇൻചാർജായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. 3 ദിവസം മുമ്പ് സ്ട്രോക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് ചൊവ്വാഴ്ച രാവിലെ മരണം സംഭവിച്ചത്. ഭാര്യ ആശാ ചന്ദ്രനും മകൾ അതിഥിയുമാണ് അടുത്ത ബന്ധുക്കൾ. മരണാന്തര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അധികൃതർ അറിയിച്ചു. അനൂപിന്റെ നിര്യാണത്തിൽ KV ഗ്രൂപ്പ് മാനേജ്മെന്റും അനുശോചനം രേഖപ്പെടുത്തി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.